ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് ഒരു ജാറിലേക്ക് ഇടുക, ഇതുപോലെ. അതിലേക്ക് ഫ്രൂട്ട്സ് മുങ്ങാൻ പാകത്തിനുള്ള റം ഒഴിക്കുക. 14 ഡേയ്സ് കഴിഞ്ഞ് ആ ഫ്രൂട്ട്സിലേക്ക് നമ്മൾ കാഷ്യൂ നട്ടും 1 സ്പൂൺ മൈദ ആദ്യം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം 1 സ്പൂൺ മൈദ കൂടി നമ്മൾ ആഡ് ചെയ്ത് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞത് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇടുക. അതിലേക്ക് 1 സ്പൂൺ വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി കാരമലൈസ് ചെയ്തെടുക്കുക. നന്നായി കാരമലൈസ് ആയതിനു ശേഷം അതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. പിന്നെ നമ്മൾ മൈദ മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ ഓൾറെഡി ബേക്കിംഗ് പൗഡർ ഉള്ള മൈദയാണ് മേടിച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരു ബൗളിലേക്ക് അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് ബീറ്റ് ചെയ്യണം. അത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അതും നന്നായി ബീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ജിയാനക്കുട്ടി അവിടെ നോക്കിയിരിപ്പുണ്ടേ. അവൾ ആദ്യമായിട്ട് ഇതൊക്കെ കാണും. ഇനി ഓരോ മിനിറ്റ് ഗ്യാപ്പില് ഓരോ മുട്ട നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായി ബീറ്റ് ചെയ്യണം. അതിലേക്ക് ഇഞ്ചി, ജാതിപത്രി, കറുവപ്പട്ട ഇവ പൊടിച്ചത് ചേർക്കുക. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യുക. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വാനില എസൻസ്, ജിയാനക്കുട്ടിക്ക് പറ്റണ പോലെ അവളും കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. 1 സ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ച ഷുഗർ ഇവ ആഡ് ചെയ്തിട്ട് നന്നായി ബീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുറച്ചായിട്ട് നമ്മൾ മൈദ ആഡ് ചെയ്ത് കൊടുത്ത് വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ലൂസായിപ്പോകും. അതുകൊണ്ടാണ് വിസ്ക് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് 1 സ്പൂൺ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ തേച്ച് അതിൻ്റെ മേലെ ബട്ടർ പേപ്പർ വെച്ച് ഫിക്സ് ചെയ്യണം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിക്കണം. അത് കഴിഞ്ഞ് ബാറ്റർ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഉണക്കമുന്തിരി, കാഷ്യൂ ഒക്കെ ഇടാം. എന്നിട്ട് 180 ഡിഗ്രിയിൽ ഓവൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെക്കുക. 48 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കേക്ക് റെഡി. ഇതാണ് ഫൈനൽ ലുക്ക്.